ദൈവത്തെ എന്നുള്ള തിരിച്ചറിയണം. അതിന് ഡിസൈൻമെന്റ്, പ്രാർത്ഥന, ഉപവാസത്തിൽ വിടുന്നത് ദൈവത്തോട് ദൈവം നമുക്ക് വെളിപ്പെടുത്തും. ഞാൻ പ്രത്യേകിച്ച് ഇവിടെ ഒരു ശുശ്രൂഷ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അവൻ്റേതേതാ ദൈവത്തിന് എനിക്ക് തിരിച്ചറിയാൻ കഴിയും. അവൻ്റെ അതിനെ ശാസിക്കും. ദൈവികമല്ലാത്തതിനെയല്ല, അൺഗോഡ്ലി വെപ്പൻസ് ബ്രേക്ക് ചെയ്യണം, നിങ്ങൾ തകർക്കണം. അതേസമയം ദൈവത്തിൻ്റെ ആണെങ്കിൽ യേസ് ലോർഡ് ഹിയർ ഐ ആം, പ്രാർത്ഥനയോടെ സ്വീകരിക്കണം. അങ്ങനെ അനുഭവത്തിലൂടെ ദൈവം നിന്നെ നയിക്കുന്നത്. അതാണ് പുത്രനെങ്കിലും അനുസരണത്തിലൂടെ താൻ ചിലത് പഠിക്കുകയാണ്. അനവധി പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്താൻ ഉറച്ച നിലവിളിയോടും അപേക്ഷയോടും അഭയാചനയോടും കൂടെ ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിൽ നിന്നെ പഠിപ്പിക്കുക. ആ കൂരിരുൾ താഴ്വര, ഞാൻ എപ്പോഴും പറയും, 23 സങ്കീർത്തനം വായിക്കും. ആദ്യം പച്ചപ്പുൽപ്പുറ യഹോവയുടെ ഇടയനാകും, മുട്ടുണ്ടാകും, നല്ല കാര്യമാണ്. സ്വസ്ഥമായ വെള്ളം, നല്ല കാര്യമാണ്. തിരുനാമ നിമിത്തം നീതിപാത, കുറച്ചുകൂടെ പോകുമ്പോൾ ഒരു കൂരിരുൾ താഴ്വരയാണ്. പക്ഷേ അതിന് നടുവിൽ ഭക്തൻ പറയുന്നു, കൂരിരുൾ താഴ്വരയിൽ കൂടി ഞാൻ കടന്നു പോയാലും ഞാൻ അനർത്ഥവും ഭയപ്പെടത്തില്ല. ഈവൻ വെൻ ഐ വാക്ക് ത്രൂ ദ വാലി ഓഫ് ദ ഷാഡോ ഓഫ് ഡെത്ത്, I will fear no evil, for you are with me. നീ എന്നോട് കൂടെ. ആമേൻ. പിന്നെയാണ് തലയിൽ എണ്ണ, പിന്നെ കരുതലുകൾ വരികയാണ്. എവരി ഗുഡ്നസ് ആൻഡ് മേഴ്സി വിൽ ഫോളോ യു ഓൾ ദ ഡേയ്സ് ഓഫ് യുവർ ലൈഫ്. പിന്നെ ആ തലങ്ങളങ്ങ് മാറുകയാണ്. ഒരു പതപ്പ് വീഴട്ടെ, കേൾക്കുന്നവരുടെ മേലൊരു ജീവൻ ചലിക്കട്ടെ, ഭാരം അവരെ വിട്ട് മാറട്ടെ, നിരാശ അവരെ വിട്ട് മാറട്ടെ, പ്രത്യാശ അവരിൽ ഇറങ്ങട്ടെ, വിശ്വാസം അവരിൽ വർദ്ധിക്കട്ടെ, ദുഷ്ട മുഖങ്ങൾ അവരെ പൊട്ടിമാറിപ്പോകട്ടെ, എല്ലാ തിന്മയുടെ അനുഭവങ്ങൾ അവരെ വിട്ട് മാറട്ടെ, മാനസാന്തരത്തിൻ്റെ ആത്മാവ് അവർക്ക്, അശുദ്ധിയുടെ ആത്മാവ്, ലോകത്തിൻ്റെ ആത്മാവ് അവരെ വിട്ട് മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അതെന്നെ വിട്ടുപോകേണ്ടതിന് ഞാൻ 3 വട്ടം കർത്താവിനുള്ള അപേക്ഷ. പൗലോസിന് 3 വട്ടം പ്രാർത്ഥിക്കേണ്ട കാര്യമൊന്നുമില്ല. താനൊരു വാക്ക് കൽപ്പിച്ചാൽ മതി. എൻ്റെ വചനവും പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിൻ്റെ ശക്തിയുടെയും. എൻ്റെ വചനവും പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണം. എൻ്റെ വചനവും പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകൾ. എൻ്റെ വചനവും പ്രസംഗവും ജ്ഞാനത്തിൻ്റെ വശീകരണ വാക്കുകൾ. ആത്മാവിൻ്റെ ശക്തിയുടെ പ്രദർശനമാണ് പറഞ്ഞത്. തനിക്ക് 3 വട്ടം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ? തനിക്ക് അത്ര പ്രയാസം വന്നപ്പോഴാണ് താൻ 3 വട്ടം ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പൗലോസിനോട് ദൈവം പറയുക, നീ പേടിക്കേണ്ട, എൻ്റെ കൃപ നിനക്ക് മതി. എൻ്റെ കൃപ ബലഹീനതയിൽ തികഞ്ഞു വരും. അവിടെ മാറ്റുകയല്ല, ശൂലം മാറ്റില്ല. എന്താണ് ഒരു ഭയങ്കര ഗ്രേറ്റ് ലെസൺ ദൈവം അവനെ പഠിപ്പിക്കാൻ എന്ന്. കുഞ്ഞെ, നീ ഇത് മനസ്സിലാക്കിക്കോണം. ചില ശൂലങ്ങളൊക്കെ അവിടെ ഇരുന്നോട്ട്. ചില ആൻറ്റിമാർ, ചില അങ്കിളുമാരൊക്കെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഞാൻ അവരോട് ചിലതൊക്കെ പറയും, എത്ര പ്രാർത്ഥിച്ചിട്ട് മാറുന്നില്ല. ഞാൻ പറയും, മാറത്തില്ല, അവിടെ കടന്നോട്ടെ. ഒരു കൃപ മതി അതിനെ ജയിക്കാൻ. ഒരു ഊന്നുവടിയാ കൃപ. എടാ, നല്ല പെയിനുള്ളവരൊരു പെയിൻ കില്ലർ കഴിക്കുന്ന പോലെ ഞാൻ നന്ദിയോടെ സ്തുതിക്കുന്നു. ആ പ്രതിസന്ധിയുടെ നടുവിൽ കൃപ വന്ന് നിന്നെ താങ്ങുകയാണ്. അതാണ് താനെ അവിടെ ആമേൻ കല്ലുകൊണ്ട് തന്നെ എറിഞ്ഞ് തകർത്ത് ഒരു നായെ പോലെ തന്നെ വലിച്ചെറിഞ്ഞ് താൻ ചത്തെന്ന് വിചാരിച്ചെടുത്ത് ശിഷ്യന്മാർ എന്ന് കൈ ഉയർത്തുമ്പോൾ താൻ എഴുന്നേറ്റ് വീണ്ടും താൻ ശുശ്രൂഷയിലേക്ക് പോകും. അവിടെയെങ്കും പൗലോസ് അഡ്മിറ്റ് ആകാനായിട്ട് പറയുന്നില്ല. താൻ ഒരു തിരുമി ചികിത്സയ്ക്ക് പോയെന്ന് പറയുന്നില്ല. താൻ പ്രത്യേക ഒരു ട്രീറ്റ്മെന്റിന് പോയെന്ന് അവിടെ പറയുന്നില്ല. അതാണ് ദാറ്റ് ഈസ് ദ പവർ ഓഫ് ഗ്രേസ്. താൻ 3 വട്ടം അപേക്ഷിച്ചപ്പോൾ ദൈവത്തിന് മാറ്റാം. കാരണം താൻ അത്ര ദൈവത്തിന് പ്രിയപ്പെട്ടവനാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്, ദൈവജനത്തെ ഉപദ്രവിക്കാൻ പോയവനാണ്. അവനെ ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന പാത്രമാണെന്ന് പറഞ്ഞതവനാണ്. എൻ്റെ നാമനിമിത്തം അനുഭവിക്കേണ്ട കഷ്ടത എന്നെ പഠിപ്പിക്കുമെന്ന് പറഞ്ഞു. അനന്യാസ് പറഞ്ഞു, ഓ ശൗൽ തർസോസുകാരൻ, ഇവിടെയും ഉപദ്രവിക്കാൻ, ഇവിടെയും ദൈവജനത്തെ പീഡിപ്പിക്കാൻ വന്നതാണ്. അല്ല അല്ല അല്ല, എനിക്ക് പദ്ധതി. കുഞ്ഞേ, നീ ഒരു പക്ഷേ ഇതിനെതിരെ നിൽക്കുന്ന ആളായിരിക്കും. നീ സോഷ്യൽ മീഡിയയിലും അല്ലെ പലതിലൂടെ നീ പലത് അയക്കുന്ന ആളായിരിക്കും. ഇതിനുമോ എതിരെ നീ നിൽക്കുന്ന ആളായിരിക്കും. നിനക്കത് രസമായിട്ട് തോന്നുമായിരിക്കും. പക്ഷെ നീ ചിന്തിച്ചു, ദൈവത്തിന് നിന്നെ വേണം. ദൈവജനത്തെ ഉപദ്രവിച്ച അന്നത്തെ ആ വ്യക്തികളൊക്കെ ഈ മനുഷ്യന് വേണ്ടി എങ്ങനെയായിരിക്കും പ്രാർത്ഥിച്ചത്? ദൈവമേ അവനെ എടുത്തോണെന്നായിരിക്കും. ദൈവമേ ശല്യമോ, ഇവിടെ പോരാഞ്ഞവൻ അവിടെ പോയിക്കോ ദമസ്കോസ്. അവിടെ നിന്നും മഹാപുരോഹിതന്റെ അധികാരപത്രത്തോടെ അവിടെയുള്ളവരെ യെരൂശലേമിലേക്ക് പിടിച്ചുകൊണ്ട് വരാൻ. കുഞ്ഞെ, ചില കാര്യങ്ങൾ നീ ചിന്തിക്കുമ്പോൾ ചിന്തിച്ചോണം, അതിൻ്റെ പിൻപിൽ ദൈവത്തിൻ്റെ കരമുണ്ടെന്ന് നീ മറന്നുപോയി. മോശ ആ പറവോൻ്റെ കൊട്ടാരത്തിൽ ആ വടി സർപ്പമായപ്പോൾ മന്ത്രവാദികളും അത് ചെയ്തു. പക്ഷെ മോശയുടെ വടി എന്നതിനെയെല്ലാം വിഴുങ്ങി. തീർന്നില്ല, അവർ പിന്നെയും പിന്മാറിയില്ല. പക്ഷെ പേന് ഒരു ബാധയിറക്കുമ്പോൾ അവർ കാണുന്നത് മോശയുടെ കൈയല്ല, വിക്കനായ മനുഷ്യനെയല്ല അവർ കാണുന്നത്, വൃദ്ധനായ ഒരു മനുഷ്യനെയല്ല, ദൈവായിച്ചെന്ന് പറഞ്ഞ വ്യക്തമാണ്. യഹോവയുടെ കൈ കണ്ട അവർ പിന്മാറുന്നാട്ടാ കാണും. ഈ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഇതൊക്കെ വിളിച്ച് പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ പറയും, ഇവരെന്തോമാണ് ഈ പറയുന്നത്, ഇവന്മാരെന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തോമാണ് ഈ വിളിച്ച് പറയുന്നത്, എന്തുവാണ്, ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. നീ മനസ്സിലാവണം, കണക്ട് ചെയ്തിരിക്കുകയാണ്. ചിലപ്പോൾ ഞാൻ ശബ്ദം കയറുകയും ഇറങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഈ ഇടത്ത് ചർച്ച ചോദിച്ച പോലെ, എവിടെയാണ് ഈ വോൾട്ടേജ് വ്യതിയാനം വരുന്നത്? കറണ്ടുള്ളിടത്തല്ലേ. മണ്ണെണ്ണ വിളക്കിന് അങ്ങനെയുള്ള കാറ്റടിക്കുമ്പോൾ ഉള്ള വ്യതിയാനമേ ഉള്ളൂ. പക്ഷേ കറണ്ടുള്ളിടത്ത് അകത്താത്മാവുള്ള വ്യതിയാനങ്ങൾ, ശക്തി വ്യാപരിക്കും, ജീവൻ വ്യാപരിക്കും, അഭിഷേകം ചലിക്കും, നിറവ് ചലിക്കും, ദൈവകൃപ ചലിക്കും.
3 വട്ടം പറഞ്ഞ് എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു. ഇതിൽ കൂടുതലെല്ലാം വേണോ? അപ്പം നിങ്ങൾക്ക് മനസ്സിലായ ശൂലം എന്തുവായിരുന്നെന്ന്? ശൂലം ബലഹീനതയാണ്. ആ ടോർമെൻ്റ്, ആ വേദന വരുമ്പോൾ തനിക്ക് സഹിച്ചത് പറഞ്ഞ ചില വേദന സഹിക്കാനോ, ക്യാൻസർസ്, ഭയങ്കര പെയിന്, ഓരോന്നിനോരോ പെയിന് സഹിക്കാൻ പറ്റത്തില്ല. അത് ആ പാലിയിൽ കേരളക്ക് ഒടുവിൽ അവർക്ക് അങ്ങനെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്ന കാര്യം കേട്ടിട്ടുണ്ട്. വേദന സഹിക്കാൻ വയ്യാത്ത അനുഭവം. പക്ഷെ അവിടെ കൃപ. കുഞ്ഞെ, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിർത്താൻ പോവുകയാണ്. ചില മിനിറ്റുകൾ പരിശുദ്ധാമേനോട് പറയുന്നു, ചില വേദനകളിലൂടെ, ചില സങ്കടങ്ങളിലൂടെ, കഷ്ടതകളിലൂടെ കടന്നു പോകുമ്പോൾ നീ അതിൻ്റെ നടുവിൽ ഇത് മാറാൻ തന്നെ നീ പ്രാർത്ഥിക്കണം. ഇരുന്നോട്ടെന്ന് പറയരുത്, മാറാൻ തന്നെ പ്രാർത്ഥിക്കണം. എന്നോടൊരു അമ്മച്ചി പറഞ്ഞോളൂ, എനിക്ക് ദൈവം തന്ന നടുവിന് വേനെ, എനിക്ക് കർത്താവ് തന്ന തലവേനെ, കർത്താവ് തന്ന ശൂലമാണെന്നൊക്കെ നീ പറഞ്ഞതിന് പകരം നീ അത് മാറാൻ തന്നെ പ്രാർത്ഥിക്കണം. നീ എതിർക്കണം, പ്രഭിവയ്ക്കണം. പിന്നെയും അത് മാറുന്നില്ലെങ്കിൽ ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് നീ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നീ ആ കൃപയിൽ ശരണപ്പെട്ടോണം. സഹിക്കാനുള്ള ഹല്ലേലൂയ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നത്, സഹിക്കാനുള്ളൊരു പവർ ദൈവം നിനക്ക് തരാമോ, ഇത് ഏറ്റെടുക്കാനുള്ളൊരു കൃപ ദൈവം നിനക്ക് തരാമോ. ചില വിഷയങ്ങൾ നിന്നെ വേദനിപ്പിക്കുന്നു. കണ്ണടച്ചിട്ടും ഉറങ്ങാൻ കഴിയുന്നില്ല, മറക്കാൻ കഴിയുന്നില്ല, ചിന്തിക്കുന്നതോറും ഹൃദയത്തിനകത്ത് ഭാരം തന്നെ. പക്ഷേ കർത്താവ് പറയുന്നത്, നീ ഭാരപ്പെടണ്ട, ഇന്ന് രാത്രിയിൽ സ്വർഗം നിനക്ക് ഒരു അനുഗ്രഹം തരാം. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി വിളിച്ചു പറഞ്ഞു, പാസ്റ്ററേ 2 മണിയാകുമ്പോൾ ഒരു തലവേദന വരും എൻ്റെ തലയിൽ, എനിക്ക് പിന്നെ ഉറങ്ങാനൊക്കത്തില്ല. എപ്പോഴും എങ്ങനെ പെയിൻ കില്ലർ കഴിക്കുന്നത്, എങ്കിലും അത് കഴിഞ്ഞ് ചിലപ്പോൾ പോയി ഛർദ്ദിക്കും. പിന്നെ ജോലി ചെയ്യുന്നൊരു സഹോദരിയാണ്, എനിക്ക് പിന്നെ ജോലി ചെയ്യാൻ കഴിയാം, എനിക്ക് രാവിലെ എനിക്ക് ജോലിക്ക് മുന്നേ എൻ്റെ ശീലമായി. ഒരു രാത്രി എന്നെ വിളിച്ച് ഞാൻ പറഞ്ഞു, ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് ഞാൻ വിളിച്ച് പറയുകയാണ്, നിൻ്റെ യേശുവിൻ്റെ രക്തത്തിൻ്റെ സംരക്ഷണവും നിൻ്റെ മുറിയിൽ യേശുവിൻ്റെ കർത്തൃത്വം ഞാൻ പ്രഖ്യാപിക്കുകയാണെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം എന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ വർഷങ്ങൾക്ക് ശേഷം അന്ന് രാത്രിയിൽ സുഖകരമായി ഉറങ്ങി. ഷാജി പാഷൻ്റെ കഴിവല്ല, ശക്തിയല്ല, ആ വചനത്തിലുള്ള അറിവ്, കർത്താവിലുള്ള ജീവൻ, അതേ ഞാൻ അറിയുന്നു. സ്റ്റിൽ ഹീസ് ഏബിൾ, അവനിപ്പോഴും പ്രവർത്തിക്കാൻ കഴിയും. കരം വീശി, കരമുയർത്തി, കരമടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. അതെന്നെ വിട്ടുമാറേണ്ട 3 വട്ടം അവനോട് അവൻ എന്നോട് എൻ്റെ കൃപ ബലഹീനതയിൽ ശക്തി തികഞ്ഞു വരുന്നു. എന്നിട്ട് അടുത്ത കേട്ടോ, ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെ പ്രശംസിക്കും. പുള്ളി പറയുവാണ്, ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കണം. എനിക്ക് ആ ശക്തി വേണം. ഇപ്പം പുള്ളിയുടെ പ്രാർത്ഥനയുടെ സ്റ്റൈല് മാറി. ഇപ്പം ശൂലം മാറണമെന്നല്ല പുള്ളി പ്രാർത്ഥിക്കുന്നത്. ഇപ്പം പുള്ളിയുടെ പ്രാർത്ഥന മാറി, ലെവല് മാറി. കുഞ്ഞെ, ആത്മീയ വർധനവിലേക്ക് നീ വരണം. എന്നും താതാന്ന് പറയുന്ന ആ ലെവല് നീ മാറിയിട്ട്, അപ്പജാ നീ ഒന്നും തന്നില്ലേലും അതേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അല്ലെ ദൈവം പറയും നമ്മൾ സ്വാർത്ഥതയുള്ളവരാണ്. പലരുകരെ ലിസ്റ്റ് കൊടുക്കുന്ന പോലെ നീ ദൈവത്തിനെടുക്കൊണ്ട് വരരുത്. നീ അവനെ സ്നേഹത്തോട് അവൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ അവൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. നെവർ ലീവ് യു നോർ ഫോർസേക്ക് യു. വെറും കൈയോടെ അവൻ നിന്നെ വിടുകയില്ല. അവൻ നിന്നെ മാനിച്ച് നടത്തോടെ ശ്രദ്ധിച്ചോണം. എൻ്റെ ശക്തി ബലഹീനത ആകയാൽ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവശ്യിക്കണം. ഞാൻ ആദ്യ സന്തോഷത്തോടെ ബലഹീനതയിൽ പ്രശംസിക്കും. പുള്ളിയുടെ ലെവല് മാറി. 3 വട്ടം ശൂലം മാറണമെന്ന് പ്രാർത്ഥിച്ചവൻ്റെ പ്രാർത്ഥന മാറി. പുള്ളി പറയാതെ അവിടെ ഇരുന്നോട്ടെന്ന്. അതാണ് ആത്മീയ മെച്യൂരിറ്റി, സ്പിരിച്വൽ മെച്യൂരിറ്റി. ആമേൻ. അയ്യോ ഭാഷയെ പ്രാർത്ഥിക്കണേ എന്ന് പറയുന്ന അവന് അനുഭവമല്ല. അയ്യോ എൻ്റെ പ്രശ്നങ്ങളാണ്. അപ്പോൾ അവർ പ്രശ്നങ്ങളെ വെല്ലുവിളിക്കുകയാണ്. അഭിഷേകം നിന്നിൽ വരുമ്പോൾ ശക്തി വരും. ദാവീദ് ഗോല്യാത്തിനെ കാണുന്നൊരു ചിന്ന പയ്യനായിട്ടാണ് അവൻ കണ്ടത്, ഇവനെ ഇങ്ങനെ. പക്ഷേ ദാവീദ് അവനെ കണ്ടത്, നീ എൻ്റെ മുമ്പിൽ വീഴും, ഞാൻ നിൻ്റെ കഴുത്തറക്കും, ഞാൻ നിന്നെ ആകാശത്തിലെ പക്ഷികൾക്ക് കൊടുക്കും. വെല്ലുവിളികൾ വരുമ്പോൾ അടങ്ങിയിരുന്നില്ല. ദാവീദ് പറഞ്ഞു, ദൈവത്തിൻ്റെ സേനയെ വെല്ലുവിളിപ്പാൻ ഈ അഗ്രചർമ്മി ആരാണ്? ഈ ബാലൻ എങ്ങനെ പറയാൻ കഴിയും? ബാലൻ അവൻ്റെ മേൽ വീണ അഭിഷേകത്തിന് തകലും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളതിനേക്കാൾ വലിയവൻ. എലീശ പറഞ്ഞു, നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരേക്കാൾ അധികമെന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളതിനേക്കാൾ ബലവാൻ.